മോളെ, നീ ഒന്നുകൂടി നന്നായി ആലോചിക്ക്. ഞാനും അച്ഛനും കൂടി നിന്റെ ഒപ്പം വരട്ടെ. നാളെ ഞങ്ങളിങ്ങ് മടങ്ങി വന്നോളാം. ഞാൻ പലതവണ പറഞ്ഞതല്ലേ. അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യാം, ഈ ജോലി വേണ്ടെന്ന് വെക്ക്. നീ അത്രയും ദൂരം പോയി ഒറ്റയ്ക്ക് അധ്വാനിക്കണമെന്നില്ല. നമുക്ക് വേറെ ജോലി നോക്കാം ഇവിടെ. ഞാൻ സംസാരിക്കാം രവിവർമ്മ സാറിനോട്. ഏയ് വേണ്ട വേണ്ട. എന്തിനച്ഛ ഇങ്ങനൊക്കെ സംസാരിക്കുന്നത്? ഞാൻ നേരത്തെ പറഞ്ഞതല്ലേ, ജീവിതത്തിൽ എല്ലാവർക്കും ഇതുപോലെ ചില ഫസ്റ്റ് ടൈമുകൾ ഉണ്ടാവും. എത്രയോ പെൺകുട്ടികള് സ്വന്തം നാട് വിട്ട് ബാംഗ്ലൂരും ചെന്നൈയിലും ഒക്കെ പോയി ജോലി ചെയ്യുന്നു. ഇതും അതുപോലെ തന്നെയുള്ളൂ. അച്ഛനും അമ്മയും ഒന്നും കൊണ്ട് വിഷമിക്കരുത്. എനിക്കവിടെ എല്ലാ സൗകര്യങ്ങളും കമ്പനിയിൽ നിന്ന് അറേഞ്ച് ചെയ്ത് തരും. കുറച്ചുനാള് നോക്കാം നമുക്ക്. ചിലപ്പോ അവിടെ സ്ഥിരമായിട്ട് നിൽക്കേണ്ടി വന്നാൽ നിങ്ങൾ രണ്ടുപേരും അവിടേക്ക് വന്ന് താമസിച്ചാൽ മതി. അപ്പൊ തീരുമല്ലോ നിങ്ങളുടെ ഈ ടെൻഷൻ. ശരി, അച്ഛനൊന്നും മിണ്ടാതിരിക്കെ. മോൾക്ക് വിശ്വാസമുണ്ടല്ലോ. ഇനിയിപ്പോ എല്ലാം അവള് തന്നെ സ്വയം നോക്കിക്കോളും. മോളെ നോക്ക്, നിന്നെ ഞങ്ങൾ സന്തോഷത്തോടെയാണ് അയക്കുന്നതെന്ന് കരുതരുത്. നീ എവിടെ പോയാലും നിന്നോടൊപ്പം ഞങ്ങളുടെ മനസ്സ്. അത് മറക്കരുത് നീ. മറക്കില്ലമ്മേ. ആദ്യം ഞാനവിടെ എത്തട്ടെ, എന്നിട്ട് ഫോൺ ചെയ്ത് പറയാൻ കാര്യങ്ങള്. അതെ, ഫോൺ ചെയ്യണം. ഏതായാലും 2 ദിവസം കഴിഞ്ഞ് ഞാൻ അവിടേക്ക് വരും. ശരി അച്ഛ. സമയം ആവാറായി. ഞാൻ ആ രസീത് കാണിച്ച് ടിക്കറ്റ് വാങ്ങിക്കട്ടെ. എക്സ്ക്യൂസ് മീ. നമസ്കാരം. ഈ കോയമ്പത്തൂർക്കുള്ള ബസ് ഇതാണോ അതോ വേറെ പാർക്കിംഗ് വല്ലതും? കോയമ്പത്തൂർക്കോ? ആ ബസ് ഇപ്പൊ പോയതല്ലേ ഉള്ളൂ. ഓ മൈ ഗോഡ്. അല്ല, അത് ആ ബസ്സിൽ ശ്രീലക്ഷ്മി എന്നൊരു പാസഞ്ചർ ഉണ്ടോ ഒന്ന് ചെക്ക് ചെയ്ത് പറയാൻ പറ്റുമോ പ്ലീസ്? ശ്രീലക്ഷ്മിയോ? ആ, ഒന്ന് ചെക്ക് ചെയ്യോ? ആ ഉണ്ടല്ലോ. ശ്രീലക്ഷ്മി സുദർശന ഹൗസ്, സീറ്റ് നമ്പർ 20, വിൻഡോ സീറ്റാണ്. വെരി ഗുഡ്. അത് ബസിന്റെ ലെഫ്റ്റ് സൈഡ് വിൻഡോ ആണോ അതോ റൈറ്റ് സൈഡ് വിൻഡോ ആണോ? ഏതാ സൈഡ്? ലെഫ്റ്റ് സൈഡിലാണ്. എന്തിനായി ചോദ്യമൊക്കെ? ആരാ നിങ്ങള്? എന്താ പ്രശ്നം? പ്രശ്നമൊന്നുമില്ല. ദയവിത് ആ ബസിന്റെ നമ്പർ കൂടെ ഒന്ന് പറയാൻ പറ്റും പ്ലീസ്? ഹലോ, മതി പ്ലീസ്. ഓക്കെ, നിങ്ങൾ ആരാണ്? ആ സ്ത്രീയുമായി നിങ്ങൾക്കുള്ള ബന്ധം? നിങ്ങൾ ചോദിക്കുന്ന ഡീറ്റെയിൽസ് ഒക്കെ തരാൻ ബുദ്ധിമുട്ടാണ്. സോറി, ആ കുട്ടിയെ ഫോം വിളിച്ചിട്ട് കിട്ടുന്നില്ല. അതാ വളരെ പ്രധാനപ്പെട്ട ഒരു വിവരം പറയാനുണ്ട്. ഞങ്ങളുടെ ഓഫീസിലെ കൊളീഗ, വർമ്മൻ ഗ്രൂപ്പ് ഓഫ് കമ്പനീസിലെ സ്റ്റാഫാണ്. പ്ലീസ് ആ ബസിന്റെ നമ്പർ ഒന്ന് പറയൂ. വർമ്മൻ ഗ്രൂപ്പിലെ സ്റ്റാഫാണെങ്കിൽ കുഴപ്പമില്ല. എന്റെ ഒരു അനന്തരവൻ അവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. ഓ, ആ രവിവർമ്മൻ സാറ് നല്ലൊരാളാണെന്ന് അവൻ പറഞ്ഞ് കേട്ടിട്ടുള്ളത്. നല്ല മനുഷ്യരുടെ കീഴിൽ ജോലി ചെയ്യുമ്പോ നല്ലതാകാനാ ചാൻസ്. നമ്പർ KL03Y930. താങ്ക് യു സർ. താങ്ക് യു വെരി മച്ച്. വർമ്മൻ ഗ്രൂപ്പിനെ കുറിച്ച് സാർ നല്ലത് പറഞ്ഞെന്ന് ഞാൻ മിസ്റ്റർ രവിചന്ദ്ര വർമ്മനോട് പറയാം. പുള്ളിക്കാരൻ എന്റെ ഒരു ഡിസ്റ്റന്റ് റിലേറ്റീവാ. ഓക്കെ, ബൈ. ശ്രീലക്ഷ്മി, ശ്രീലക്ഷ്മി, ശ്രീലക്ഷ്മി. വണ്ടി നിർത്താൻ പറയൂ. ശ്രീലക്ഷ്മി, ശ്രീലക്ഷ്മി. ബ്ലഡി ഹെൽ, അവള് പോയാ എല്ലാ പ്രശ്നങ്ങളും സോൾവ് ആയി ഇനിയെങ്കിലും സമാധാനമായിട്ട് ഇരിക്കാമെന്ന് വിചാരിച്ചപ്പോ രാജാറാം സാർ എന്തൊരു ടെൻഷനാണിത്. സാർ ഇവിടെയില്ല, വീട്ടിലുമില്ല. സാറിന് സെക്യൂരിറ്റി കൊടുക്കേണ്ട റെസ്പോൺസിബിലിറ്റി രാജാറാം സാറിനല്ലേ? എന്നിട്ട് സാർ ഇങ്ങനെ വന്നു നിന്ന് സാറിന് അറിയില്ല കേട്ടില്ല എന്നൊക്കെ പറഞ്ഞാൽ എങ്ങനെയാ? ഓ ഗോഡ്,
സാർ ഇങ്ങനെ ഒറ്റയ്ക്ക് എവിടെ പോയി? സാർ എന്നെ ഇതുവരെ ഫോൺ ചെയ്തിട്ടില്ല. ഞാൻ അങ്ങോട്ട് ട്രൈ ചെയ്തോണ്ടിരിക്കുക. സാർ യൂഷ്വലായി പോകുന്ന എല്ലായിടത്തും ഞാൻ അന്വേഷിച്ചു കഴിഞ്ഞു. ഇനി സംശയമുള്ള ഒരേ ഒരു സ്ഥലം കൂടിയേ ബാക്കിയുള്ളൂ. അതേത് സ്ഥലം? നമ്മുടെ ശ്രീലക്ഷ്മി മാഡത്തിന്റെ വീട്. അതിന് അവളിപ്പോ കോയമ്പത്തൂരിലേക്ക് പുറപ്പെട്ട് കാണുമല്ലോ. ആ, എനിക്കും തോന്നി. അല്ല, ശ്രീലക്ഷ്മി മാഡം എങ്ങനെയാ യാത്ര പോയിരിക്കുന്നത്? വാട്ട്? ഐ മീൻ ബസ്, ട്രെയിൻ ഓർ? ട്രാവൽസിന്ന് ബസ് ടിക്കറ്റ് ആണ് ബുക്ക് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. അല്ലാതെ അവൾക്ക് ഫ്ലൈറ്റ് ടിക്കറ്റ് ബുക്ക് ചെയ്ത് കൊടുക്കേണ്ട കാര്യമില്ലല്ലോ. ഏയ്, അങ്ങനെയല്ല. മാഡത്തിന് ഒരു ഹെൽപ്പ് ചെയ്യാൻ പറ്റുമോ? ശ്രീലക്ഷ്മി മാഡത്തിന് ഫോൺ ചെയ്ത് എവിടെ ഉണ്ടോന്ന് ചോദിക്കണം പ്ലീസ്. വിളിക്കൂ മാഡം, ഇത് നമ്മുടെ ആവശ്യമാ. പ്ലീസ്. യാ, ഓക്കെ, യു ആർ റൈറ്റ്. വെയിറ്റ്. ആ ഫോൺ നമ്പർ നോട്ട് റീച്ചബിൾ ആണ്. ആ, ശരി, ഓക്കെ. ആ ടിക്കറ്റ് ബുക്ക് ചെയ്താരാ? നമ്മുടെ സ്റ്റാഫ്. ഡീറ്റെയിൽസ് കിട്ടുമല്ലോ? യാ, ഷുവർ. പിന്നെന്താ? വലിയ ഉപകാരം. അതെന്റെ മൊബൈലിലേക്ക് ഒന്ന് അയച്ചേക്കണം, ആവശ്യം വരും. സർ, ആ, എവിടേക്കാ പോകുന്നത്? ബസ് സ്റ്റാൻഡിലേക്ക്. ബസ് സ്റ്റാൻഡോ? ആർ യു ഷുവർ? നമ്മുടെ സാർ അവിടെ ഉണ്ടാവോ? നോട്ട് ഷുവർ, അന്വേഷിക്കണം. എന്നാ പിന്നെ ഞാൻ കൂടെ വരട്ടെ? എന്തിന്? ദത്തനിവിടെ ഉണ്ട് ഡ്രൈവർ. ഞങ്ങൾ രണ്ടാളും കൂടെ ഒന്ന് റൗണ്ട് അടിച്ചാൽ മതി, സാറിനെ കിട്ടും. സാർ, നമ്മുടെ സാറിനൊന്നും സംഭവിക്കില്ലല്ലോ അല്ലേ? എന്ത് സംഭവിക്കാൻ? നത്തിങ്. കൂടെ ഞാനുള്ള കാലം വരെ രവിവർമ്മൻ സാറിന് ഒന്നും സംഭവിക്കില്ല. സംഭവിക്കാൻ ഞാൻ അനുവദിക്കില്ല. മാഡം വിശ്വസിക്കേ, നമ്മളുടൻ രവി സാറിനെ കണ്ടെത്തും. ദേ ശ്രീടച്ച, വെറുതെ ഓരോന്നും ചിന്തിക്കേണ്ട. കിടന്നുറങ്ങിക്കോ. കണ്ണടച്ച് കിടന്നാ മതി, ഉറക്കം വന്നോളൂ. നമുക്കുറങ്ങാം, പക്ഷെ മോൾക്ക് ബസ്സിൽ ഉറക്കം വരില്ല സരോജം. അവൾക്ക് ഈ യാത്രയൊന്നും ശീലമില്ലല്ലോ. 10 രൂപ കൊടുത്താൽ അതിനെ സൂക്ഷിച്ച് തിരികെ കൊണ്ടുവരും അവള്. പക്ഷെ ഇന്ന് നമ്മളെ പോറ്റാൻ വേണ്ടി അത്രയും ദൂരം അധ്വാനിക്കാൻ പോയിരിക്കുന്നു. എല്ലാം ശരിയാണ് ശ്രീടച്ച. പക്ഷെ നമ്മുടെ മനസ്സിന് സങ്കടം ഉണ്ടായാലും ഇതൊരു തരത്തിലുള്ള അഭിമാനമല്ലേ ശ്രീടച്ച? ആൺമക്കളില്ലാന്ന് വിചാരിച്ച് ഒരു ദിവസം പോലും നമ്മുടെ മനസ്സ് വേദനിച്ചിട്ടില്ല. നമ്മുടെ മോൾക്ക് വേണമെങ്കിൽ ഈ ജോലി ഉപേക്ഷിച്ച് വീട്ടിലിരിക്കായിരുന്നു. പക്ഷെ അച്ഛനും അമ്മയും കഷ്ടപ്പെടാൻ പാടില്ലെന്ന് വിചാരിച്ച് കോയമ്പത്തൂരിലേക്ക് പോകാൻ പോലും അവള് സമ്മതിച്ചു. കഷ്ടപ്പാടെന്താണെന്ന് നമ്മുടെ മോൾക്ക് നന്നായിട്ട് അറിയാം. നോക്കിക്കോ, ഇന്നല്ലെങ്കിൽ നാളെ അവൾ ഉയരങ്ങളിലെത്തും. ഉയർച്ചയുണ്ടാവും. തളരില്ലവൾ ഒരിക്കലും. സത്യം, അവളുടെ നല്ല മനസ്സിനെ ഒരിക്കലും ദൈവം കൈവിടില്ല സരോജം. നീ നോക്കിക്കോ, ഒരു നാൾ ഭാഗ്യം അവളെ തേടി വരും. അതോടെ മാറും നമ്മുടെ കുഞ്ഞിന്റെ കഷ്ടതകൾ. എന്താ ശ്രീടച്ച ചെയ്യാൻ പോകുന്നത്? എന്റെ ഒരു മനസമാധാനത്തിന് വേണ്ടിയാ. മോളെ എവിടെ എത്തിയെന്നൊന്നും വിളിച്ചു ചോദിക്കാനാ. എത്ര പറഞ്ഞാൽ അച്ഛനെന്താ അനുസരിക്കാത്തത്? വന്ന് കിടന്ന് ഉറങ്ങിക്കേ. ഫോൺ നാളെ വിളിക്കാം. നമ്മൾ ഇവിടെ ഇത്രമാത്രം സങ്കടപ്പെടുന്നു എന്നറിഞ്ഞാ അവളും വിഷമിക്കുകയല്ലേ ഉള്ളൂ. ശ്രീടച്ചൻ വാ, വന്ന് കിടന്ന് ഉറങ്ങ്. വാന്ന്. ഫോൺ പോകുന്നില്ലേടി? ഇങ്ങോട്ടാ, ഇതെടുത്ത് ദൂരെ കളയാം, അപ്പോഴേക്കും പോവും. ഉറക്കം വരുന്നില്ലേടി? മോളോടൊന്ന് സംസാരിക്കാന്ന് വെച്ചാ കണക്ട് ആകുന്നില്ല. നിങ്ങളുടെ കടയിലോട്ട് അത്യാവശ്യത്തിന് വിളിച്ച റേഞ്ച് കിട്ടുന്നില്ല. പിന്നെയാണോ അത്രയും ദൂരെ പോകുന്ന ബസ്സിൽ റേഞ്ച് കിട്ടുന്നത്? ഹൈവേ അല്ലേ, ചിലപ്പോ നെറ്റ്വർക്ക് കിട്ടില്ലായിരിക്കും. ശരി, ഒരു ടാക്സി വിളിക്കേ. ഞാൻ പോയി നോക്കിയിട്ട് വരാം നെറ്റ്വർക്ക് കിട്ടുന്നുണ്ടോന്ന്. അല്ല പിന്നെ എന്താ ശ്രീടച്ച ഇത്? എന്നെയല്ലേ അച്ഛൻ സമാധാനിപ്പിക്കേണ്ടത്?
ഇതിപ്പോ രാത്രി മുഴുവൻ ഞാൻ അച്ഛനെ സമാധാനിപ്പിക്കേണ്ട അവസ്ഥയാണല്ലോ. അവള് ബസ്സിലേക്ക് കയറുമ്പോ എനിക്കൊരു വാക്കുപോലും അവളോട് സംസാരിക്കാൻ കഴിഞ്ഞില്ല. അയ്യോ എന്റെ കരിക്കൊത്തിയമ്മേ, ഈ മൊബൈൽ ഫോൺ ഇല്ലാത്ത കാലത്ത് അച്ഛനമ്മമാർ എന്തുമാത്രം തീയതിന്ന് കാണും. ശ്രീരച്ച, നിങ്ങൾ ഇങ്ങനെയൊക്കെ കാണിക്കുമ്പോ എനിക്കാണ് ടെൻഷൻ കൂടുന്നത്. അവൾ എത്തിയാലുടനെ ഫോൺ ചെയ്യാന്ന് വണ്ടി കയറുമ്പോ അവള് നമ്മളോട് പറഞ്ഞതല്ലേ. വാ ശ്രീരച്ച, വന്ന് കിടന്നേ, വന്ന് കിടക്ക്. ആ കിടന്നേ. ഇതാരാ ഈ കൂടെയുള്ള തുരപ്പൻ? തുരപ്പനല്ലടാ, പെരുമ്പാമ്പ. അവന്റെ നീളം കണ്ടില്ലേ? നീളത്തിലൊന്നും വലിയ കാര്യമില്ലടാ, അവൻ വെറും നീർക്കോലിയാടാ, നീർക്കോലി. അവനെ വിട്. ഇവള് കൈയാഴ്ച തീർത്തതല്ലേ, ഇവക്ക് എവിടെ പോണെന്ന് ചോദിക്ക്. ഇവൾ എവിടെ വേണമെങ്കിലും പോട്ടാ, നമുക്ക് അവിടെ കൊണ്ട് വിടാന്ന്. പക്ഷെ ഇവളുടെ സ്ഥലത്തേക്ക് ഡ്രോപ്പ് ചെയ്യണതിന് മുൻപേ നമ്മളെ വേറൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകും. വാടി, വന്ന് വണ്ടി കയറി പോവാം. ഇല്ല, നിങ്ങൾ പൊയ്ക്കോളൂ. ഞാൻ അറിയാതെ കൈ കാണിച്ചതാ. വന്നോളൂ മാഡം. എന്താ കാറിൽ സ്ഥലമില്ലാത്തോണ്ടാണോ? വന്നോളൂ, നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാന്നേ. ഇല്ല വേണ്ട, താങ്ക് യു. മാഡം വേണ്ടെന്ന് പറഞ്ഞാലും ഞങ്ങൾ കൊണ്ടുപോകും. നീ വരും. വാടി ഇങ്ങോട്ട്. റെജിനോ, റെജിനോ പ്ലീസ്. വാടി, വരാൻ. വാ, വാടി ഇങ്ങോട്ട്, ഇങ്ങോട്ട് വരാൻ. എക്സ്ക്യൂസ് മീ. വേണ്ടെന്ന് പറഞ്ഞില്ലേ കുട്ടി, പിന്നെന്തിനാ നിർബന്ധിക്കുന്നത്? നീ ആരാണത് പറയാൻ? ഇവളുടെ തന്തപ്പടിയാണോ അതോ മാമനോ? ഇവിടെ വരുന്ന പെൺകുട്ടികളെല്ലാം വീട്ടിലാരും അറിയരുതെന്നാ സാധാരണ. ഞാൻ ആദ്യമായിട്ടാ വീട്ടിൽ നിന്ന് മാറി നിൽക്കുന്നത്. ഓ അത് ശരി, അങ്ങനെയാണല്ലേ. ഇവിടെ അടുത്തേതെങ്കിലും ഒരു ഹോട്ടൽ? മുമ്പൊരാൾ ചോദിച്ചതാ, അടുത്തേതോ ബാറേ ഉള്ളെന്നാ അയാൾ പറഞ്ഞത്. അയ്യേ, അതൊക്കെ ഒട്ടും ഡീസന്റ് അല്ലാത്ത സ്ഥാപനമാ. അല്ലെങ്കിൽ തന്നെ എന്തിനാ സാറേ വേറെ ഹോട്ടല്? ഈ ഏരിയയിൽ ഏറ്റവും സേഫ്റ്റി പ്ലേസ് ചെയ്താ. റൂം രാവിലെ മതിയോ അതോ? പക്ഷെ എനിക്ക് കോയമ്പത്തൂരേക്ക് പോകേണ്ടതാ. അവിടേക്കിനി എത്ര മണിക്കാ ബസ് എന്ന് അറിയാവോ? കോയമ്പത്തൂർക്കൊക്കെ ബസ് ഇനി രാവിലെ കാണത്തുള്ളൂ മാഡം. ഈ രാത്രി ഇവിടെ തങ്ങിയിട്ട് രാവിലെ പോയാ പോരെ? എന്തായാലും നിങ്ങൾക്ക് ഭാഗ്യമുണ്ട്, ഇനി ഒരു റൂം മാത്രമേ ബാക്കിയുള്ളൂ. എന്നാ കുഴപ്പമില്ല, ആ റൂം എടുക്കാം അല്ലേ സർ? സാറോ? ഓ, അപ്പൊ സ്റ്റുഡന്റ് ആണല്ലേ, കൊള്ളാം. ശ്രീലക്ഷ്മി, നമുക്ക് വേറെ ഏതെങ്കിലും ഹോട്ടലുണ്ടോന്ന് അന്വേഷിക്കാം. കുറച്ചുകൂടി നടക്കേണ്ടി വരുന്നല്ലേ ഉള്ളൂ. പക്ഷെ സർ, ഈ നേരത്തെ നമ്മൾ എവിടെ പോയി അന്വേഷിക്കാനാ? ഞാനാണെങ്കിൽ നടന്ന് നല്ല ടയേർഡാ. നമുക്കിന്ന് ഇവിടെ തങ്ങാം സർ. മാഡം പറഞ്ഞതാ സാർ കറക്റ്റ്. ഈ രാത്രി വേറെ റൂം കിട്ടാൻ വലിയ ബുദ്ധിമുട്ടാ. ഇവിടെയാണെങ്കിൽ എല്ലാ സൗകര്യവും ഉണ്ട്. പിന്നെ എന്തെങ്കിലും അഡീഷണൽ ആയിട്ട് ആവശ്യമുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി, അറേഞ്ച് ചെയ്ത് തരാം സാർ. എല്ലാം പക്ക ഇല്ലേ? ആ കറക്കം നമുക്ക് അവസാനിപ്പിക്കണം. അച്ഛനൊന്നുകൂടി മോളെ വിളിക്കേ, ചിലപ്പോ ഫോൺ കിട്ടും.
കിട്ടുന്നില്ല സരോജം. എന്റെ ഈശ്വര, എനിക്കങ്ങ് ശ്വാസം മുട്ടും പോലെ തോന്നുന്നേ. നമ്മുടെ മോള് അവൾക്കൊന്നും സംഭവിക്കില്ലായിരിക്കും അല്ലേ സരോജം? അയ്യോ എന്റെ അച്ഛ, വെറുതെ ആ കരുനാക്കെടുത്ത് വളയ്ക്കാതെ. നമ്മുടെ മോക്കൊന്നും വരില്ല. അമ്മേ, കരിക്കൊത്തിയമ്മേ, മോൾക്ക് ഒരാപത്തും വരുത്തരുതേ. ഞാൻ ഉടൻ തന്നെ ഒരു കുങ്കുമാഭിഷേകം നടത്തിക്കോളാം. കാത്തു രക്ഷിക്കണേ. ഞങ്ങൾക്ക് അമ്മയല്ലാതെ ആരുമില്ല സഹായിക്കാൻ. ദേവി ഇത് സഹായിക്കണം. സിന്ദൂരാരുണ വിഗ്രഹാന്തൃനയനാം മാണിക്യ മൗലീസ്ഫുരത്താരാനായകശേഖരാം സ്മിതമുഖീമാപീന ഭക്ഷോരുഹാം പാണിഭ്യാമളിപൂർണ്ണ രത്നചഷണം രക്തോൽപലം വിഭൃതിം സൗമ്യ രത്നകടസ രക്തചരണാധ്യായേത് പരാമംബികാം. സിന്ദൂരാരുണ വിഗ്രഹാന്തൃനയനാം മാണിക്യ മൗലീസ്ഫുരത്താരാനായകശേഖരാം സ്മിതമുഖീമാപീന ഭക്ഷോരുഹാം പാണിഭ്യാമളിപൂർണ്ണ രത്നചഷണം രക്തോൽപലം വിഭൃതിം സൗമ്യ രത്നകടസ രക്തചരണാധ്യായേത്. Just 1 minute. ഇത് സാറിനുള്ള എന്റെ ഒരു സമ്മാനം. നവരാത്രി ദിനത്തിലുള്ള സമ്മാനം. നവരാത്രി ദിനത്തിന് സമ്മാനോ? നമുക്കൊന്നും പതിവില്ലല്ലോ. മലയാളിക്ക് പരിചയമില്ല, പക്ഷെ എന്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് ബംഗാളിയായിരുന്നു. അവളിൽ നിന്ന് കിട്ടിയ ശീല ഈ സമ്മാനം കൊടുക്കലും വാങ്ങലും. ഏതായാലും ഇനിയുള്ള ദിവസങ്ങളിൽ സാറിന് സന്തോഷവും സമാധാനവും എല്ലാ അനുഗ്രഹങ്ങളും കിട്ടട്ടെ എന്ന് വിഷ് ചെയ്യുന്നു. പ്രത്യേകിച്ച് സാറിന്റെ മനസ്സിൽ ആഗ്രഹിക്കുന്നതെല്ലാം നേടട്ടെ എന്നാ എന്റെ പ്രാർത്ഥന. ഇതാദ്യമായിതേതോ നാളം വെയിൽ പുലർന്നു വാനിൽ ഭൂവിൽ. ഹലോ. ഹലോ ബാലമാമ, ഞാൻ രാജാറാമ സംസാരിക്കുന്നത്. പറയൂ സാർ. രവി സാർ വീട്ടിലെത്തിയോ? രവിക്കുഞ്ഞ് നിങ്ങളുടെ അടുത്തല്ലേ ഉള്ളത്, പിന്നെന്തിനാ ഇങ്ങോട്ട് ഫോൺ ചെയ്തത്? സത്യത്തിൽ ഞങ്ങളല്ലേ അങ്ങോട്ട് ഫോൺ ചെയ്ത് രവിക്കുഞ്ഞുണ്ടോന്ന് ചോദിക്കേണ്ടത്. അല്ല, സാറിന് നേരത്തെ ഓഫീസിൽ നിന്ന് പോയി, അതാ ഞാൻ ചോദിച്ചത്. ഞാൻ വിളിച്ച കാര്യം തൽക്കാലം വീട്ടിലാരും അറിയണ്ട. വേറെ കുഴപ്പങ്ങളൊന്നുമില്ലല്ലോ? ഏയ്, ഒന്നുമില്ല. ശരിയെന്നാ, ഓക്കെ. ശരി. കാർ എവിടെയാ എത്താൻ കണ്ടത്? ബൈപ്പാസ് റോഡിന്റെ സൈഡിലാ. രവിവർമ്മൻ സാറ്? സാറിന് എവിടെയെങ്കിലും കണ്ടില്ല, കാർ ലോക്കാ. അത് സാരമില്ല, സ്പെയർ കീ എന്റെ ഉണ്ട്. ഏതായാലും ആ വഴിയാ കോയമ്പത്തൂരിലേക്കുള്ള ബസ് പോയിരിക്കുന്നത്. ഒന്നുകിൽ രവി ബസ് തടഞ്ഞിർത്തി അതിൽ പോയി കാണും, അല്ലെങ്കിൽ ഒരു കാര്യം മറന്നു. ട്രാവൽസിൽ നിന്ന് ആ ബസിന്റെ ഡ്രൈവറുടെയോ അറ്റൻഡറുടെയോ ഫോൺ നമ്പർ കിട്ടിയിരുന്നെങ്കിൽ ആളിനെ നമുക്ക് സ്പോട്ട് ചെയ്യാൻ പറ്റിയേനെ. സർ, ആ ട്രാവൽസിൽ എനിക്ക് പരിചയമുള്ള ഒരു ഡ്രൈവറുണ്ട്, ലോനപ്പൻ ചേട്ടൻ. ഏത് ലോനപ്പൻ ചേട്ടൻ? മദ്യപിച്ച് വണ്ടി എടുത്തതിന് നമ്മൾ പിരിച്ചുവിട്ട ഡ്രൈവർ ലോനപ്പനോ? അതെ സർ, അന്നാ സംഭവത്തോടുകൂടി ആളിപ്പോ ഡീസന്റാ. എന്റെ നമ്പറുണ്ട്, ഞാൻ ഒന്ന് വിളിച്ചു നോക്കട്ടെ. ഹലോ ചേട്ടാ, എന്തായി?
എന്തായി, നമ്പർ കിട്ടിയോ? ഇല്ല സർ, ചേട്ടൻ മോളുടെ കല്യാണ ആവശ്യത്തിന് ലീവില. ആരാ ഡ്രൈവർ എന്ന് അന്വേഷിച്ചിട്ട് നമ്പർ വിളിച്ച് പറയാന്ന് പറഞ്ഞു. ശരി ശരി, എന്നാ ബൈക്ക് വിട്ടിരിക്കട്ടെ. ദത്തം കയറ്. നമുക്കേ സാറിന്റെ വണ്ടി കിടക്കുന്നിടത്തേക്ക് പോവാം. വഴിയിൽ ലോനപ്പം ചേട്ടനെ വിളിച്ചാലും കിട്ടുമല്ലോ. ആ എന്നാ കയറ്. ഒരുപാട് സന്തോഷമുണ്ട് സർ, ഒരുപാട് സന്തോഷം. ഈ ലോകം മുഴുവൻ തെരഞ്ഞാലും ഇന്നത്തെ ഈ രാത്രിയില് എന്നെക്കാൾ സന്തോഷമുള്ള ഒരാളെ കിട്ടില്ല കാണാൻ. ഇതിനേക്കാളും വലിയൊരു ഗിഫ്റ്റ് ആർക്കാ കിട്ടുന്നത്? എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ സമ്മാനം. സർ, ഒന്നു മാത്രം എന്നും ഓർത്തോളൂ. ആരെയൊക്കെ ഞാനിനി പരിചയപ്പെട്ടാലും അവരെത്രയൊക്കെ ടാലന്റഡ് ആയിരുന്നാലും അവരൊന്നും സാറിന് തുല്യമാവില്ല. രവിചന്ദ്രവർമ്മന് പകരം വെക്കാൻ രവിചന്ദ്രവർമ്മൻ ഒരാളെ ഉള്ളൂ സർ. സർ മാത്രം. രാജാറാം, രാത്രി ഒരു വണ്ടിയും കിട്ടിയില്ല. അപ്പൊ പുറപ്പെടുകയല്ലേ, അതോ മറ്റെന്തെങ്കിലും പ്രോഗ്രാം? ഫോണിൽ സിഗ്നലും കിട്ടിയില്ല രാജാറാം. ശരി സാർ, മനസ്സിലായി. ഇപ്പൊ പോവുകയാണോ അതോ? ഇവിടെ ഫോൺ നെറ്റ്വർക്ക് ഇല്ലായിരുന്നിട്ടും സാറിന് എങ്ങനെ മനസ്സിലായി ഞങ്ങൾ ഇവിടെ ഉണ്ടെന്ന്? അതിന് ഫോൺ സിഗ്നൽ വേണമെന്നില്ല ശ്രീലക്ഷ്മി മാഡം. ഈ സിഗ്നലിന് അറിയാൻ കഴിയും രവിചന്ദ്രവർമ്മൻ എവിടെ കാണുമെന്ന്. പുറപ്പെടാം സാർ, പ്ലീസ്. ശ്രീലക്ഷ്മി മാഡം, മാഡം ആ കാറിലാ പോകുന്നത്. സേഫാണ്, പരിചയമുള്ള ഡ്രൈവറാ, വീട്ടിൽ കൊണ്ടാക്കും. അവരെ ലൈനിൽ കിട്ടുന്നില്ല. തിരിച്ചു വിളിക്കുമായിരിക്കും. വിളിച്ചാ കോയമ്പത്തൂര് പിന്നെ എന്ത് കാര്യം അന്വേഷിക്കാൻ എളുപ്പമാ. സുദർശൻ ചേട്ടൻ സമാധാനായിട്ടിരിക്കുക. ശ്രീമോള് വരും, ഇല്ലെങ്കിൽ വിളിക്കുകയെങ്കിലും ചെയ്യും, ഉറപ്പാ. ശ്രീലക്ഷ്മിക്ക് അങ്ങനെ കുഴപ്പമൊന്നും വരില്ല. നല്ല എഡ്യൂക്കേഷനുള്ള കുട്ടിയല്ലേ. ഒരു പ്രശ്നം വന്നാ സോൾവ് ചെയ്യാനൊക്കെ പറ്റും, അല്ലേ പത്മിനി ചേച്ചി? അതെ അതെ, അതാണ് നമ്മുടെയൊക്കെ പ്രാർത്ഥനയും. നോക്ക് സരോജൻ ചേച്ചി, നിങ്ങളും ഞങ്ങളും തമ്മില് പല പ്രശ്നങ്ങളും ഉണ്ടായിട്ടുണ്ട്. എന്നുവെച്ച് ഒരാപത്ത് വരുമ്പോ ഇട്ടെറിഞ്ഞിട്ട് പോകുന്ന കൂട്ടരല്ല ഞങ്ങള്. അതുകൊണ്ടാ വീണ്ടും വീണ്ടും ഇത് പറയേണ്ടി വരുന്നത്. പെൺകുട്ടികളുടെ കാര്യത്തിൽ നമ്മൾ കൂടുതൽ ശ്രദ്ധിച്ചേ പറ്റൂ. പ്രത്യേകിച്ചും വീട് വിട്ട് അന്യദേശത്ത് ജോലിക്ക് പോകുന്നവരുടെ കാര്യത്തിൽ.
എനിക്കും ഉണ്ടേ ഒരു മോള്, അതുകൊണ്ടാ ഈ പറയുന്നത്. ശരിയാ, ഇനി വൈകിപ്പിക്കണ്ട. നമുക്ക് പോലീസ് സ്റ്റേഷനിൽ പോയി കംപ്ലൈന്റ് കൊടുക്കാം. അവര് വിചാരിച്ചാൽ പെട്ടെന്ന് ആളിനെ കണ്ടുപിടിക്കാൻ പറ്റും. അയ്യോ, പോലീസ് കംപ്ലൈന്റ് കൊടുക്കാനോ? പിന്നല്ലാതെ, രാത്രി പോയ പെൺകുട്ടിയാ, ഇതുവരെ ഒരു വിവരവും ഇല്ല. എന്താ അതിന്റെ അർത്ഥം? നിങ്ങൾ ഇങ്ങനെ മിണ്ടാതിരുന്ന പ്രോബ്ലം വലുതാകത്തേ ഉള്ളൂ. മാഡം ക്യാബിലുണ്ടാവുമെന്ന് കരുതി ഞാൻ അവിടെ പോയിരുന്നു. മാഡം ഇവിടെ ഉണ്ടായിരുന്നു? അത് ഞാൻ മീറ്റിംഗ് ഷെഡ്യൂൾ ചെയ്യായിരുന്നു. ഓ, ഇന്ന് ഏത് മീറ്റിംഗ് ആണ് സാന്ദ്ര മാഡം? അത് വന്നിട്ട് ഫിനാൻസ്, നോ എക്സ്പോർട്ടിംഗ്. ഞാൻ മാഡത്തിന് എത്ര വർഷമായി കാണുന്നു. മാഡത്തിനും ഈ കോൺഫറൻസ് ഹാളിനും എത്രമാത്രം ബന്ധമുണ്ടെന്ന് എനിക്ക് നന്നായിട്ടറിയാം. രവിവർമ്മൻ സാറ് മാഡത്തിന് ആദ്യമായി പ്രമോഷൻ നൽകിയപ്പോ മാഡം കേക്ക് കെട്ടിയത് ഇവിടെ വെച്ച. മാഡത്തിന്റെ കയ്യിലിരിക്കുന്ന ഈ പേന ഗിഫ്റ്റായി നൽകിയതും മാഡം ഫസ്റ്റ് ടൈം പ്രസന്റേഷൻ ചെയ്തതും എല്ലാം ഈ കോൺഫറൻസ് ഹാളിൽ വെച്ചാണ്. സാന്ദ്ര മാഡം, ഐം സോറി. എന്നാലും രാജാറാം സർ, നമ്മുടെ രവിവർമ്മൻ സാറിനെ ശ്രീലക്ഷ്മിയോടൊപ്പം ലോഡ്ജിന്റെ മുമ്പേ കണ്ടപ്പോ എനിക്ക് താങ്ങാൻ കഴിഞ്ഞില്ല. ഐം ഹേർട്ട്. അവിടെ വെച്ച് മാഡം രവിവർമ്മൻ സാറിന് മുന്നിലേക്ക് വന്നില്ല? ഞാൻ എങ്ങനെ വരാനാണ് രാജാറാം സർ? സാറാണെങ്കിൽ രവിവർമ്മൻ സാറിന് സെക്യൂരിറ്റി നൽകേണ്ട ആളാണ്, സാറിന്റെ റൈറ്റ് ഹാൻഡ്. അതുമല്ല, യു ആർ എ മാൻ. സോ സാറിന് പോകാൻ കഴിയും, ഫേസ് ചെയ്യാൻ കഴിയും. ഞാനും രവിവർമ്മൻ സാറിനെ കാണാൻ വേണ്ടിയാണ് അവിടെ വന്നത്. പക്ഷെ ആ സിറ്റുവേഷനിൽ ഞാൻ സാറിന്റെ കൺമുന്നിലേക്ക് ചെന്നാൽ സാറിന് എന്നെ ഫേസ് ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിലോ, അതുകൊണ്ടാണ് ഞാൻ വരാഞ്ഞത്. പോകും മുമ്പ് മടങ്ങി വരാനാണെങ്കിൽ പിന്നെ പറഞ്ഞേക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ. യു ഒന്ന് മിണ്ടാതിരിക്കും മനുഷ്യ. സത്യമായിട്ട് ആ വലിയ മനുഷ്യൻ പകുതി വഴി വന്ന് നിന്നെ വിളിച്ചിട്ടുണ്ടെങ്കിലേ നീ ഓഫീസ് നല്ലതുപോലെ പണിയെടുക്കുന്ന ആളാകുമെന്ന എന്റെ അഭിപ്രായം. നല്ല തൊഴിലാളികളെ മുതലാളിമാര് പെട്ടെന്ന് പറഞ്ഞു വിടില്ല. അതെല്ലാം ശരി തന്നെ. പക്ഷെ ഇവിടെ കോയമ്പത്തൂരിൽ നിന്ന് ഇറങ്ങിയിട്ട് ഫോൺ ചെയ്ത് മടക്കി വിളിക്കാമായിരുന്നില്ലേ? അല്ലാതെ മനുഷ്യരെ തീ തീറ്റിക്കേണ്ട ആവശ്യം എന്താ? എനിക്ക് രവിവർമ്മൻ സാറിനോടൊന്ന് സംസാരിക്കണം. എന്ത് സംസാരിക്കാൻ? എന്തിനാ നമ്മളെ മോളെ തിരികെ വിളിച്ചോണ്ട് വന്നെന്ന് ചോദിക്കാനോ? അല്ലടി, ആ രാത്രി നേരത്ത്. ഓ, എന്റെ ശ്രീടച്ചോന്ന് മിണ്ടാതിരിക്കോ?